ഹലോ മക്കളെ, ഹായ്. യെസ്, ഓക്കെ. വന്നു. സാറിന്റെ കൂടെ ആരൊക്കെയാണുള്ളത്? മാവേലി വന്നിട്ടുണ്ട് അല്ലെ? ശരി. സ്കൂളിൽ അടുത്ത ദിവസം എന്താണ് സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അല്ലേ? സെലിബ്രേഷന്റെ മൂഡിലാണോ എല്ലാരും? എല്ലാരും സെലിബ്രേഷന്റെ മൂഡിലാണ് അല്ലെ? എല്ലാം സെറ്റ് ആക്കിയിട്ട് വെച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയണത് അല്ലെ? ശരി. എന്നെ വെയിറ്റ് ചെയ്യണം. വരും എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. ഓക്കെ, ശരി. അപ്പുറത്ത് വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അത് ഇങ്ങനെ ഓടി വന്നതാണ് നിങ്ങൾക്ക് വേണ്ടിട്ട്. ഓക്കെ, ശരി. ഓക്കെടാ. അപ്പൊ നമുക്ക് എന്താണ് അതോ പരീക്ഷയുടെ തിരക്കാണോ? ഏതാ? രണ്ടും ഉണ്ടല്ലേ? രണ്ടും ഉണ്ട്. പരീക്ഷ രണ്ടിന്റെ തിരക്കാണ്. അതോടുകൂടി കഴിഞ്ഞില്ലേ? ഫ്രീ ആയില്ലേ? നാളെ ഫുൾ ഫ്രീ ആയി അല്ലെ? പിന്നെ വെക്കേഷൻ ആണ്. 10 ദിവസം എന്ത് ചെയ്യുന്ന അല്ലെ? ശരി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ നമ്മുടെ ഇതിലേക്ക് അല്ലെ? ശരി. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററും അതിൽ തന്നെ തേർഡ് ചാപ്റ്റർ ഉണ്ടായിരുന്നില്ലേ? സെക്കൻഡ് ചാപ്റ്റർ ഇപ്പൊ മിസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മെയിൻ ആയിട്ടുള്ള പോയിന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ? ശരി. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് എന്ത് ചെയ്യാം? വേഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം അല്ലെ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലോ? നമ്മൾ പല ടൈപ്പ് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് അല്ലെ? ഏതൊക്കെ ഫുഡ് കഴിക്കണം, ഏതൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല, ഓരോ ഫുഡിന്റെയും ഗുണമേന്മകളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ? ശരിടാ. അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ പഠിക്കാം അല്ലെ? നാളെ നമുക്ക് അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതാനുള്ളതാണ്. ശരി. എടതേ ഫസ്റ്റ് ചോദ്യം തന്നെ അതിനെ പറ്റിയിട്ടാണ്, ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? ശരി. ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? ശരി. അപ്പൊ ഇവര് തമ്മിൽ എന്ത് ചെയ്യാ? മാച്ച് ചെയ്ത് കറക്റ്റ് ആക്കുക എന്നാണ് അവിടെ പറഞ്ഞേക്കണത്. മാച്ച് ചെയ്യാനുള്ള ഇപ്പോ അല്ലേ? നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അല്ലെ? കാർബോഹൈഡ്രേറ്റ് എടുത്ത് കഴിയുമ്പോ ആരായിട്ടായിരിക്കും മാച്ച് ചെയ്യണത്? മെയിൻ ആയിട്ട് ആരായിരിക്കും? ഒരാളെ വിളിച്ചാൽ സാറേ, വേഗം വിളിക്കാം നമുക്ക്. പാർവതി. ഹലോ. ഓക്കെ, വേഗം പറഞ്ഞേ. കാർബോഹൈഡ്രേറ്റ് ആരായിട്ടായിരിക്കും മാച്ച് ചെയ്യാ? ആരാ? കേട്ടില്ല. മൂന്നാമത്തെ. ഓക്കെ, കറക്റ്റ് ആയിരുന്നു കേട്ടാ. സീരിയൽസ്. ഓക്കെ. സൗണ്ടിന് എന്തൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ കേട്ടില്ല കേട്ടാ. ശരി. എല്ലാവരും കമന്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. മിടുക്കന്മാര് എല്ലാരും പഠിച്ചിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നതാണ്. സീരിയൽസ്. അടുത്തത് മിനറൽസ് എവിടെയായിരിക്കും? മിനറൽസ് എവിടെയായിരിക്കും? നമ്മുടെ ലീഫി വെജിറ്റബിൾസിന്റെ ആയിരിക്കും, ഇലക്കറികളിലായിരിക്കും എന്തുണ്ടാവുക? മിനറൽസ് ഉണ്ടാവുക. ഫാറ്റ് ഉണ്ടാവണം പറയാ അല്ലെ? ഫാറ്റ് എവിടെയായിരിക്കും? ഓയിലുകളിലായിരിക്കും ഉണ്ടാവണം അല്ലെ? എണ്ണകളിലായിരിക്കും ഉണ്ടാവണത്. പൾസസിൽ എഗ് പ്രോട്ടീൻ റിച്ച് അറിയാവുന്നതല്ലേ? മസില്. അതെ. എന്റെ മസിൽ ഇവരാരും കണ്ടിട്ടില്ല സാറേ. അതെ, പേടിച്ചു പോകും. അതൊക്കെ കാണിക്കണല്ല. നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം. ശരി. അപ്പൊ ഇത് സെറ്റ് അല്ലേ? സെറ്റാണ്. ഒരു ടാറ്റ വേഗം. ഓക്കെ, ഇത് സെറ്റാണ്. ഓക്കെ, ശരിടാ. അപ്പൊ ഓരോന്ന് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയേക്കാം. ഓക്കെ. വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസന്റ് ഈറ്റ് ഫുഡ് കണ്ടെയ്നിങ് അയോഡിൻ? അയോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. അയോഡിൻ കഴിക്കാത്ത ആൾക്കാർക്ക് എന്ത് അസുഖമായിരിക്കും വരാൻ ചാൻസ് ഉള്ളത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതായിരിക്കും? ഇവിടുത്തെ ഓപ്ഷന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ ഡി ആണ്ടാ. ഓക്കെ, ഏതായിരിക്കും? വേഗം എന്ന് പറഞ്ഞേ. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇതേ കമന്റിൽ ഉണ്ട്. നേരത്തെ നിറഞ്ഞു കഴിഞ്ഞ് കമന്റിലൊക്കെ. മിടുക്കന്മാര്. ഏതാണ്? ഗോയിറ്റർ കറക്റ്റ് ആയിട്ടുള്ള അല്ലേ? സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ,
ആണ് അയോഡിൻ. അയോഡിന്റെ കാര്യം പറയുമ്പോ പോയിട്ടുണ്ട് കാര്യം ആലോചിക്കാം. ഓക്കെ, സെറ്റ് അടിപൊളിടാ. ശരി, അപ്പൊ ദേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നേക്കുന്നത് അല്ലെ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈബറിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നാരുകളെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചേക്കാം. അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബേഴ്സ് എന്നാണ് പറഞ്ഞത്. ഫൈബേഴ്സിനെ അല്ലെങ്കിൽ നാരുകളെ ദഹിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇഫ് സോ why is it said that we should eat food items which contain fiber? ഫൈബർ ഉള്ള ഫുഡുകൾ നമ്മൾ അധികം നല്ലോണം കഴിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? ഇതൊന്നും നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. പക്ഷെ അതിന്റെ റീസൺ ആണ് ചോദിച്ചേക്കുന്നത്. എന്തിനാ? അവർ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലെ. അതിനു മുന്നേ ഫൈബർ എന്താന്ന് പറഞ്ഞത് സെല്ലുലോസ് കണ്ടെയ്നിങ് അല്ലെങ്കിൽ സെല്ലുലോസ് ഒപ്റ്റൈനിങ് ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നുള്ള ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഫുഡ് ഐറ്റം ആണ് അല്ലെ. ഇവർ ഫെസിലിറ്റേറ്റ് ഡൈജഷൻ മാർക്ക് ചെയ്ത് വെച്ചോ, ഉറപ്പായിട്ട് എഴുതിക്കോളൂ കേട്ടോ. ഫെസിലിറ്റേറ്റ് ഡൈജഷൻ, അതേപോലെ തന്നെ ഓഫ് ഫീഷീസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തുണ്ട്. ഈ 2 പോയിന്റ് ഉറപ്പായിട്ട് എഴുതിക്കൊള്ളണം ഫൈബറിനെ പറ്റി വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സെറ്റ് അല്ലേ? സെറ്റ് ആണെന്നുള്ള ആൾക്കാരുടെ ഡാറ്റ തന്നെ നോക്കട്ടെ. ഓക്കെ. ഫൈബറിന്റെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റത്തിന്റെ പിക്ചർ ഒക്കെ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്തായിരുന്നത്? നമ്മുടെ വാഴയുടെ ഒരു സാധനം ഇരുന്നല്ലേ, വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, ഓക്കെ സെറ്റാണ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. എടാ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. വിച്ച് ന്യൂട്രിയന്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്? പല്ലുകളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ന്യൂട്രിയന്റ് ആരായിരുന്നു? ഏതായിരിക്കും? പല്ലുകൾ ഏതായിരിക്കടാ? സി വെച്ചിട്ട് തുടങ്ങണേ. ദേ ഇങ്ങനെ കാണിക്കണ്ടല്ലോ, സി വെച്ചിട്ടാണെന്ന് പറഞ്ഞ. ഓക്കെ, അപ്പൊ അതേ എന്താണ്? വൈറ്റമിൻ സി ആണ് അല്ലെ. ഏത് വൈറ്റമിൻ ആണെന്ന് നോക്കാം. വൈറ്റമിൻ സി ആണ്. അതേപോലെ തന്നെ നമ്മുടെ പല്ലിനെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻ ആണ് വെച്ചത്. ഓക്കെ, മിനറൽ അല്ല. മിനറലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കാൽസ്യം ആണ് എഴുതേണ്ടത്. ഓക്കെ, ശരി. ഇനി ഫുഡ് ഐറ്റംസ്, ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതാണ്? കാര്യം, നെല്ലിയുടെ കേസ് നമ്മൾ ലെമൺ പഠിച്ചിട്ടുള്ളതാണ്, ഗോവ. ഓക്കെ, പേരക്കയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ടാറ്റ തന്നെ നോക്കട്ടെ. പഠിച്ചാണ്. ഓക്കെ, ശരിടാ. ഓക്കേടാ. അതെ, വാഴപ്പിണ്ടി ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. വൈറ്റമിൻ സി ഒന്നുണ്ട്, ഒക്കെ കറക്റ്റ് ഉണ്ട്. സെറ്റ് അടിപൊളി. ശരിടാ. അപ്പൊ അതേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയേക്കാം. എങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ? എടാ, ടീച്ചർ ഒരു കാര്യം വന്നിട്ടുണ്ട്. എടാ, എത്ര പേർക്ക് ഈ സാധനം സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്? എത്ര പേര് കിട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്? നോക്കട്ടെ. ടാറ്റ ഉണ്ടോ? എല്ലാരും കഴിച്ചിട്ടുണ്ട് അല്ലേ? ഗുളിക സാറ് കഴിച്ചിട്ടുണ്ടാ? നമുക്ക് കുറെ കഴിച്ചിട്ടുണ്ട്. ശരി, അപ്പൊ അയോൺ ടാബ്ലറ്റിന്റെ കാര്യമാണ്. അപ്പൊ ഒരു കുട്ടിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ പറ്റിയേ? ഈ ഡിഡിന്റ് ഈറ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. കിട്ടി പക്ഷെ കഴിച്ചിട്ടില്ല. ഓക്കെ, അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അരുണാണ് കഴിക്കാണ്ടിരുന്ന ആൾട്ടാ. നല്ലതാണോ മോശമാണോ കഴിക്കാണ്ടിരുന്നത്? എങ്ങനെയാണ്? മോശമാണ് അല്ലേ? മോശമാണ്. കിട്ടിയാൽ നമ്മൾ കഴിച്ചോളണം അല്ലെ. സ്കൂളിൽ നിന്ന് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? കഴിച്ചോളണം. അപ്പൊ അത് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മുടെ ബോഡിക്ക് അയൺ കിട്ടും അല്ലെ. അയൺ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ ചോദിക്കും. ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ബ്ലഡിൽ അല്ലെങ്കിൽ ചോരയിൽ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് ആര് ഹെൽപ്പ് ചെയ്യുന്നത്? അയൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പൊ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകണമെങ്കിൽ നമുക്കൊരു ആരോഗ്യാവസ്ഥ ഉണ്ട്, ഒരു പ്രശ്നം വരാനും ചാൻസ് ഉണ്ട്. അതിന്റെ പേരാണ് അനീമിയ. ഓക്കെ, അനീമിയ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. അനീമിയം വരാൻ ചാൻസ് ഉണ്ട് അയൺ കുറഞ്ഞു പോകണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ക്ലിയർ? സെറ്റാണ്. ശരിയാ. ദേ അടുത്തൊരു ചോദ്യം നമ്മൾ വൈറ്റമിൻസിനെ പറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ അയൺ ആയിരുന്നു, ഇപ്പൊ ഏതാ? വൈറ്റമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എടാ, വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസിൽ മാത്രം മതി എന്നാണ് പറഞ്ഞേക്കണത്. പോരെ? കുറച്ച് മതി അല്ലെ? ശരി, അപ്പൊ അവിടെ എന്താണ് സംഭവം? ഇറ്റ് ഈസ് ഇനഫ് ടു ഇൻക്ലൂഡ് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് ഫുഡ് എന്നാണ് പറഞ്ഞേക്കണേ. അത് ശരിയല്ല. അല്ലാന്ന് എല്ലാരും കാണിക്കുന്നുണ്ട് അല്ലെ? ശരി, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് മാത്രം പോരല്ല, നല്ലോണം കഴിക്കണ്ടേ? നല്ലോണം കഴിക്കണം. നല്ലോണം കഴിച്ചാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് ആരോഗ്യവാനായിട്ട്
കൂടി വരുമ്പോഴത്തേക്കും ഇതിൽ അടുത്തത് നോക്കിക്കോ. പിന്നെ വൈറ്റമിൻ ഉണ്ടാ. എടാ ഇത് നോട്ട് ചെയ്ത് വെച്ചോണ്ടാ. വരാം. പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അനീമിയ, വിളർച്ച ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഓഫ് കാൽസ്യം കുറഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്തിനായിരിക്കും അഫക്ട് ചെയ്യണത് നോക്കിക്കോ. കാൽസ്യം കുറഞ്ഞു പോകുമ്പോ ഒന്ന് നമ്മുടെ പല്ലുണ്ട്, പിന്നെ പല്ലുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, എല്ലുകളുണ്ട് അല്ലെ, മസിൽസ് ഉണ്ട്, എല്ലുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ബോൺസിനെ ആയിരിക്കും മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ട്. ആ അസുഖത്തിന്റെ പേരൊന്ന് നോക്കി വെച്ചേക്ക്. റിക്കറ്റ്സ് എന്നാണ് അസുഖത്തിന്റെ പേര്, അല്ലെങ്കിൽ മലയാളത്തിൽ കണ എന്നും കൂടി നമ്മൾ പറയും. ഓക്കെ, ശരി. ഇനി അടുത്ത് നോക്കിക്കോ. ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കിക്കോ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ മാത്രമാണോ ഉള്ളത്? അല്ല, അത് തെറ്റാണ്. ഇനി ഇതേ ഓൺലി വൈറ്റമിൻ, അതും തെറ്റാണ് അല്ലെ. ഓക്കെ, അതും തെറ്റാണ്. ഓൺലി മിനറൽസ് ആൻഡ് ഫാറ്റ്, അതും തെറ്റാണ്. അപ്പൊ ബാലൻസ് ഉള്ളത് ആരാണെന്ന് അറിയാലോ. ആരാ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ആരാ? ഓൾ ന്യൂട്രിയൻസിന്റെ റൈറ്റ് എമൗണ്ട്. ഓക്കെ, ശരിയായ അളവിൽ എല്ലാ പോഷകങ്ങളുമാണ് സമീകൃത ആഹാരം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ശരിയടാ. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ വന്നു. വിച്ച് സെക്ഷൻ ഓഫ് ദ ഫുഡ് പ്ലേറ്റ് ഷുഡ് ബി ദ ലാർജസ്റ്റ്? മുന്നേ പറഞ്ഞതാണ്, പറഞ്ഞോളണം. ഏതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്? ഗ്രെയിൻസാ? അടിക്കണം. ഏതാടാ ഏറ്റവും കൂടുതൽ? വെരി ഗുഡ്, വെരി ഗുഡ്. ഏതാണ്? വെജിറ്റബിൾസ് അല്ലെ, പച്ചക്കറികളാണ് ഏറ്റവും കൂടുതൽ. വെജിറ്റബിൾസും അതിൽ തന്നെ ഫ്രൂട്ട്സ് എന്ത് ചെയ്യണം, കുറെ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, ശരി. ഇനി ഇത് അടുത്ത കലോറിയുടെ കാര്യം വന്നിട്ടുണ്ട്. കലോറി എന്ന് പറയുമ്പോൾ ഓർത്തു വെച്ചോളണം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ ചിലപ്പോൾ ചാൻസ് ഇത്തിരി കുറവായിരിക്കും. എനർജി ആയിരിക്കും എന്ത് വരാ, കലോറിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. കലോറി എന്ന് പറയുമ്പോൾ എനർജി ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ശരി. ഇനി അടുത്തത്, ടു പ്രിസർവ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ് വി ഷുഡ്. ഓക്കെ, അതായത് ന്യൂട്രിയൻസ് കുറെ കുക്ക് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ടാവൂല. അങ്ങനെ കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ടാറ്റ തന്നെ. കുറെ പാചകം ചെയ്ത് കുക്ക് ചെയ്ത് നശിപ്പിച്ച് എല്ലാരും കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ കുറെ കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ന്യൂട്രിയൻസ് എല്ലാം എന്ത് ചെയ്യും, നശിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആവാണ്ടിരിക്കാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കുക്ക് ഓൺ ഹൈ ഫ്ലെയിം, നല്ല തീയിലിട്ടിട്ട് വേവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അല്ലെ. പിന്നെ വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ്. കാര്യമുണ്ടാ? ഒരു കാര്യമില്ല അല്ലെ. വെജിറ്റബിൾസ് എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യൂട്രിയൻസ് കൂടി ഒഴുകി പൊക്കോളും. അപ്പൊ അതല്ല. യൂസ് എക്സസ് വാട്ടർ, കൂടുതൽ വെള്ളം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? ഒരു കാര്യമില്ല അല്ലെ. ശരി, അപ്പൊ അതുമില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? കുക്ക് വിത്ത് ലിഡ് ഓൺ ആൻഡ് മിനിമൽ വാട്ടർ എന്നാണ് പറയുന്നത് അല്ലെ. മൂടി വെച്ച് വെള്ളം കുറച്ച് മാത്രം എന്ത് ചെയ്യുക, വേവിക്കുക. അങ്ങനെയാണെങ്കിൽ ന്യൂട്രിയൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. ക്ലിയർ? ശരിടാ. My name is Serafina. Yes, hello Serafina. Hello, hi Serafina. ആരണ്ടൊക്കെ മെസ്സേജ് ഒക്കെ ഉണ്ട്.
ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ യെസ് സാർ യെസ് സാർ ഓക്കെ യെസ് സാർ. തീയൊക്കെ ആപ്പിൾ വേണോട്ടാ, നമ്മുടെ ന്യൂട്ടൻസിന്റെ ആപ്പിൾ ഒക്കെ ഇട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇട്ടോട്ടാ. അതെ അതെ. ആ ഞാൻ പാർവതി ഒന്നുണ്ടായിരുന്നു. സെയിം ടു സെയിം. ആൻഡ്രിയ ആൻഡ് ജുവൽ സപ്പോർട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഹായ് സാർ. ഹായ് 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 ഹായ്. ആ എല്ലാരും ഹായ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പാർവതി ഒന്നുണ്ടായിരുന്നു. കുറെ ആൾക്കാരുണ്ട്. ഷാജ. ആ ഓക്കെ ഓക്കെ ശരി. ഓക്കെ എടാ അതെ, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കിയേക്കാം. ഓക്കെ അപ്പൊ വേഗം നോക്കിക്കോ. വാട്ട് ഈസ് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യം നിർവചിക്കുക എന്നാണ്. അതായത് ആരോഗ്യം എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻസ് ആയിട്ട് കിട്ടി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോഗ്യം എന്താണെന്ന് നമുക്ക് നോക്കിയേക്കാം. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസസ്. ആപ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടാ. ശരി എടാ, ഡിസീസുകളുടെ അല്ലെങ്കിൽ ഇൽനെസ് ഇല്ലാണ്ടിരിക്കല് മാത്രമല്ല നമുക്ക്, അല്ലെ, നമുക്ക് എന്തൊക്കെ വേണം? ഫിസിക്കലി, മെന്റലി, അതുപോലെ സോഷ്യലി നമുക്ക് എന്താ വേണം? വെൽ ബീയിങ് ആയിരിക്കണം. അതാണ് എന്ത് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ ശരി. എടാ അടുത്തത് വാട്ട് ഈസ് ന്യൂട്രീഷ്യസ് ഫുഡ്? ഓക്കെ ഗിവ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, തലയുടെ മൊത്തം എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ആ ഒരാൾക്ക് ഡൗട്ട് ആയിട്ടുണ്ട്, അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കണ്ടെയ്ൻസ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, അല്ലെ. ഇനി ന്യൂട്രിയൻസ് ഓരോന്നോരോന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, മിനറൽസ് ഉണ്ട്. ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ്. ഇവരൊക്കെ നമുക്ക് എന്ത് വേണം? ഗ്രോത്തിനും ഡെവലപ്മെന്റിനൊക്കെ ആവശ്യമുള്ള ആൾക്കാരാണ്. ഓക്കെ അവരുടെ എക്സാമ്പിൾസ് നോക്കി വെച്ചേക്ക്. ഇതോരോന്നും നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നത്. ഓക്കെ ശരി. ഇനി ഇതേ നോക്കിക്കോ. കാർബോഹൈഡ്രേറ്റ് അറിയാല, എന്താണെന്ന് അറിയാല. നമുക്ക് എന്താ തന്നെ? നമുക്ക് മസിലാണോ? അല്ല, നമുക്ക് ഓടണം ചാടണം ഒക്കെ വേണ്ടേ? എനർജി വേണ്ടേ? എനർജി തരുന്ന ആൾക്കാരാണ് ആര്? കാർബോഹൈഡ്രേറ്റ്സ്. എനർജി ഗിവിങ് ന്യൂട്രിയൻസ്, അല്ലെ. ഇനി അവരുടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കിക്കോ. റൈസ്, ബ്രെഡ്, പൊട്ടേറ്റോ, വീറ്റിന്റെ അകത്തൊക്കെ എന്താണുള്ളത്? കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. ഓക്കെ ശരി. ഇതേ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോട്ടീൻ ഇൻ അവർ ഡയറ്റ്? പ്രോട്ടീൻ അറിയാം, അറിയില്ലേ? പ്രോട്ടീൻ എന്തിനാ അറിയാം, അല്ലെ. എന്തിനാ? മസില്, അല്ലെ. മസില് മാത്രമല്ല, പിന്നെ എന്തിനൊക്കെ ഉണ്ട്? നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാൻ തന്നെ എന്ത് വേണം? പ്രോട്ടീൻസ് വേണം. ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഗ്രോത്തിന്, വളർച്ചയ്ക്ക് എന്ത് വേണം? പ്രോട്ടീൻ വേണം. റിപ്പയറിംഗ് ഓഫ് ടിഷ്യൂസ്, നമുക്ക് എന്തെങ്കിലും ടിഷ്യൂസിന് അല്ലെങ്കിൽ സെല്ലുകൾക്ക് കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിപ്പയർ ചെയ്യണമെങ്കിലും എന്ത് വേണം? പ്രോട്ടീൻ വേണം. അവസാനത്തെ നമ്മുടെ ഇപ്പൊ പറഞ്ഞത് എന്താ? മസിൽ ഡെവലപ്മെന്റിനും എന്ത് വേണം? പ്രോട്ടീൻ വേണം. ഓക്കെ ശരി. ഇനി അതിൽ തന്നെ എന്തെങ്കിലും വയ്യായികം എന്തെങ്കിലും വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. വയ്യായികം മാറണമെങ്കിൽ നമ്മൾ എന്ത് കഴിക്കണം? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കഴിച്ചോളണം. ആപ്പിളുകൾ കുറെ കിട്ടുന്നുണ്ട്. ഓക്കെ താങ്ക് യു താങ്ക് യു. ശരി എടാ, ഗ്രീൻ ആപ്പിൾ, റെഡ് ആപ്പിൾ ഉണ്ട്, ഗ്രീൻ ആപ്പിൾ ഉണ്ട്. റെഡ് ആപ്പിൾ ഉണ്ടോ നമ്മുടെ ന്യൂട്ടന്റെ റെഡ് ആപ്പിൾ? ആണോ? നല്ല വിശപ്പുണ്ട്. പിസ്സ ഒക്കെ കിട്ടുമോ? ആ പിസ്സ ഒക്കെ തരുമോ? നോക്കട്ടെ. പിള്ളേര് പിസ്സ കഴിച്ചിട്ടുണ്ടോ നോക്കട്ടെ. വേറെ ഫുഡ് ഐറ്റംസ് ആണ് നോക്കണേ. ആ സാറിന് ഫ്രഞ്ച് ഫ്രൈസ് മതിട്ടാ. ആഷിഫ് സാറിന് ഫ്രഞ്ച് ഫ്രൈസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാപ്പിളും കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട്. മിക്സഡ് ഒക്കെ ആയിട്ട് ഇട്ടുണ്ട്. ആ വരും വരും, നോക്കാം. എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. തന്നെ ചെറിയതായിട്ടുള്ള എന്താണ് ധാന്യങ്ങൾ പോലത്തെ ഒരു സംഭവമാണ് മില്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ സ്മോൾ സീഡഡ് ആയിട്ടുള്ള ഗ്രെയിൻസ് ആണ് എന്ത്? മില്ലറ്റ്. ഓക്കെ അതിന്റെ കൂടെ തന്നെ അവർക്ക് എന്ത് എനർജി ഒരുപാട് കിട്ടിയ ചാൻസസ്. പിസ്സ കിട്ടിയിട്ടുണ്ട്. ഓക്കെ താങ്ക് യു താങ്ക് യു. ശരി ശരി എല്ലാം വന്നിട്ടുണ്ട് കേട്ടാ. ശരിടാ. ഓക്കെ ഇനി ഇതേ ഫാറ്റ് എന്താന്ന് നമുക്കറിയാലോ. ഫാറ്റ് എന്താണ്? എനർജി റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അത് ലോങ് ടേം ആയിട്ടുള്ള എന്തിനാണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് യൂസ് ചെയ്യുന്നത്. ഫാറ്റ് നമുക്ക് മെയിൻ ആയിട്ട് എനർജി റിച്ച് ആണ്. അതിന്റെ സ്റ്റോർ ഒക്കെയാണ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾസ് നോക്കിക്കോ. ബട്ടർ ഉണ്ട്, ഗീ ഉണ്ട്, നട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ വരുന്നത്. ഓക്കെ ശരി. എടാ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എവിടെ പ്രശ്നം? എവിടെ? ഇവിടെയാണോ? ഇവിടെ അതല്ലാണോ? അതല്ലാണോ? എവിടെ? ആ എല്ലാവർക്കും ഹാർട്ടിനാണ്
അപ്പൊ കൊളസ്ട്രോൾ എന്താന്ന് പറഞ്ഞാൽ ഫാറ്റ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഫാറ്റ് സബ്സ്റ്റൻസ് ആണ്. അത് സാറേ ദഹനത്തിന് നല്ലതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ആ ശരിയാണ്. നമുക്ക് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ മറ്റേ ഫാറ്റ് റിച്ച് ആണല്ലോ. അപ്പൊ നമ്മുടെ വയറൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിട്ടാണ്. വെരി വെരി അൺഹെൽത്തി ആണെന്ന് ആഷിൻ സാറ്. അപ്പൊ ഇനി മുതൽ ഫ്രൂട്ട്സ് നോക്കിട്ടാ നമുക്ക് എല്ലാവർക്കും ഹെൽത്തി ആവാം, എല്ലാവർക്കും ഹെൽത്തി കുട്ടന്മാരാവും. നിങ്ങൾ ഹെൽത്തി ആവും, ഞങ്ങൾ ഹെൽത്തി ആവും. ഓക്കെ, ശരി ശരി ശരി. ഓക്കേടാ. അപ്പൊ ഇത് കൊളസ്ട്രോൾ എന്താന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഈസ് ചീത്തായിട്ടുള്ള കൊളസ്ട്രോളും. ഓക്കെ, കൊളസ്ട്രോൾ നമുക്ക് ബോഡിക്കൊക്കെ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ബോഡി ആവശ്യമില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കൂല. കൊളസ്ട്രോൾ എന്താണെന്ന് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ ഈ പോയിന്റുകൾ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ എടാ, അതേ അടുത്തൊരു ക്വസ്റ്റ്യൻ. 4 ഇമ്പോർട്ടന്റ് വൈറ്റമിൻസ്. ഓക്കെ, 4 പ്രധാന വിറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് അറിയാല്ല? ഏതൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇല്ലേ, ഡി ഉണ്ട്. അങ്ങനെ കുറെ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അതെ, ഫ്രൂട്ട്സ് ഒക്കെ വന്നിട്ട് സാറേ. ശരി, അപ്പൊ അദ്ദേഹം 4 വൈറ്റമിൻസും എന്തിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യണേ നോക്കിയേക്കാം. എങ്ങനെയാണ്? വൈറ്റമിൻ എ, ഗുഡ് ഐസൈറ്റ്, നല്ല കാഴ്ച വേണമെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഇനി വൈറ്റമിൻ ബി എന്തിനാണ്? എനർജി. നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനർജീസ് വേണം, അല്ലെ? ശരി. വൈറ്റമിൻ സി, ഹീലിംഗ് വൂൺസ്, അല്ലെ? എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, ഉണങ്ങണമെങ്കിൽ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. വൈറ്റമിൻ ഡി എന്തിനാണ്? സ്ട്രോങ് ബോൺസിനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ടീത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണത്. ഓക്കെ,